അതേപ്പറ്റി വിശദമായിട്ട് ഇപ്പോൾ റവന്യൂ മന്ത്രി പറഞ്ഞല്ലോ. എനിക്ക് ഓർമ്മ വരുന്നത് ഒരു പഴയ കുറുക്കനുണ്ടായിരുന്നു പണ്ട്, കഥകളിലെ കുറുക്കൻ. ആ കുറുക്കന് സ്നേഹം തോന്നി കൊറ്റിയോട്. എന്നിട്ട് കൊറ്റിയെ വിരുന്നിന് വിളിച്ചു സ്നേഹത്തോടു കൂടി. കൊറ്റി വന്നപ്പോഴത്തേക്കും പരന്ന പാത്രത്തിൽ സൂപ്പ് വിളമ്പി. ആ കുറുക്കനാണ് കേന്ദ്ര ഗവൺമെൻറ് 530 കോടി രൂപ വായ്പ തരുന്നു. പക്ഷേ മാർച്ച് മാസം 31-നകം അത് പൂർത്തിയാക്കണം. ഇന്ന് തീയതി ഫെബ്രുവരി 15 ഫെബ്രുവരി 15, മാർച്ച് 31, 1.5 മാസം കൊണ്ട്. 1.5 മാസം ഇല്ല, 28 ഉള്ളു ഈ മാസത്തിൽ. അങ്ങനെ നോക്കിയാൽ അതേ കുറുക്കനാണ്. കഥകളിലെ കുറുക്കൻ മോദിയായി, മോദി ഗവൺമെൻറ്റായി, BJP ആയി വന്നിരിക്കുന്നു. ശുദ്ധമായ തട്ടിപ്പും വഞ്ചനയുമാണിത്. കേരളത്തിലെ ഒരു കഥകണ്ണിയാണിത്. വയനാട്ടിലെ പാവങ്ങളെ അവരൊരു ഇത്രയും നിഷ്ഠുരമായിട്ട് കബളിപ്പിക്കാൻ മോദി ഗവൺമെൻറ്റിനെ പറ്റൂ. ഗവൺമെൻറ് എല്ലാവർക്കും ശ്രമിക്കട്ടെ, പക്ഷേ ഇതൊരു വല്ലാത്ത അനീതിയാണ് കാണിക്കുന്നത്. 2000 കോടി കൊടുക്കേണ്ടിടത്ത് അത് കൊടുക്കാതെ 530 കൊടുത്തിട്ട് പറയുകയാണ് ഇത്രാം തീയതിക്ക് അത് പൂർത്തിയാക്കി എക്സ്പെൻഡിച്ചർ റിപ്പോർട്ട് തരണം അത്രേ. ഇത് ഗവൺമെൻറ്റാണോ അതോ ട്രംപിൻ്റെ അടിമയാണോ ഇത്? ഇപ്പോൾ ട്രംപിനെ കാണാത്ത മോദി പറഞ്ഞിരിക്കുന്നത് കുടിയേറ്റം തെറ്റാണെന്ന് പറയുന്നു. ആയിക്കോട്ടെ, ആ സംഗതി ഞാൻ പോകുന്നില്ല. പക്ഷേ കുടിയേറിയെത്തിയ, ജീവിക്കാൻ വേണ്ടി കുടിയേറി അവിടെ എത്തിയ മനുഷ്യരെ, ഇന്ത്യക്കാരെ ചങ്ങലക്കിട്ട് കയ്യാമം വെച്ച് കൊണ്ടുവന്ന കൊടും അനീതിയെപ്പറ്റി ഒരു വാക്ക് പോലും പറയാൻ കഴിയാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയെപ്പറ്റി ഞാൻ പറയുന്നു, ഷെയിം ഓൺ ഹിം. നാണക്കേടാണിത്, അപമാനമാണ് പ്രധാനമന്ത്രി. നാട്ടുകാരുടെ കയ്യിലും കാലിലും വിലകെട്ടപ്പോഴത്തേക്ക് ഒരു വാക്ക് പറയാൻ അറിയാത്ത, പറ്റാത്ത ആൾക്ക് എന്തിനാണ് 56 ഇഞ്ച് നെഞ്ചളവ്? എന്തിനാണത്? ഈ നീളമേറിയ നാക്കെന്തിനാണ്? കണ്ടുപഠിക്കട്ടെ ബ്രസീലിനെ, കണ്ടുപഠിക്കട്ടെ മെക്സിക്കോയെ, കണ്ടുപഠിക്കട്ടെ കൊളംബിയയെ. എല്ലാം കൊച്ചു രാജ്യങ്ങളാണ്. അവർ പക്ഷേ സ്വന്തം നാടിനെയും ജനങ്ങളെയും സ്നേഹിച്ചവരാണ്. CPIയുടെ മന്ത്രിമാർ പറഞ്ഞ പല ആശയങ്ങളെയും ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ആ ഭരണഘടന നിലനിൽക്കെ ഒരു സംസ്ഥാനത്ത് മാത്രമായിട്ട് ഏറെ ചെയ്യാൻ പരിമിതികളേറെയുണ്ട്. സംസ്ഥാനത്ത് ഒരു LDF ഗവൺമെൻറ് ഉണ്ട്. പക്ഷേ ഇന്ത്യയിലാകെയുള്ളത് LDF ഗവൺമെൻറ് അല്ല, വലതുപക്ഷ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു കൊച്ചു തുരുത്താണ് ഈ കേരളം. ഇവിടെ മാത്രമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ എല്ലാ നയങ്ങളും നടപ്പിലാക്കാനുള്ള പരിമിതിയാണ് ഞങ്ങൾ നേരിടുന്നത്. ആ പരിമിതി അടങ്ങിയിരിക്കുന്നു. ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് സംസ്ഥാനത്തെ LDF സർക്കാർ ശ്രമിക്കുന്നത്. സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വരുമ്പോഴും അവിടെ സംവരണം ഉറപ്പാക്കും. മലയാളികൾക്ക് അവിടെ സംവരണമുണ്ടാകും. SC ST വിദ്യാർത്ഥികൾക്ക് പങ്കാളിത്തമുണ്ടാകും, സംവരണമുണ്ടാകും. അത്തരം കാര്യങ്ങളെങ്കിലും ചെയ്യാനായത് ഇത് ഒരു ഇടതുപക്ഷ സർക്കാരായത് കൊണ്ടാണ്. ഈ AISFന് അത് മനസ്സിലാകാത്തൊരു സാഹചര്യമുണ്ടോ? AISF കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാലല്ല, ആകാനും പാടില്ല. AISF വിദ്യാർത്ഥി രംഗത്തെ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കുന്ന, പോരാടുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അതിന് അതിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളെ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറെ, AISF വേറെ. വാലല്ല AISF. AISF സ്വന്തമായ അസ്തിത്വമുള്ള, പാരമ്പര്യമുള്ള, ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്.